ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ നേരെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഈ ഒരു കേസിൽ ചന്ദ്രികയ്ക്ക് കുറഞ്ഞ പക്ഷം തൂക്കുകയറോ അല്ലെങ്കിൽ ജീവപര്യന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന്. കാരണം ചന്ദ്രികയെക്കുറിച്ച് ചിന്തിച്ച് ഇനിയുള്ള ജീവിതം മൊത്തം സിദ്ധാർത്ഥ് കരഞ്ഞ് തീർക്കണം എന്നൊക്കെ അവൾ പറയുന്നത് കേട്ടപ്പോൾ മനോഹരൻ ഇങ്ങനെ അതിശയിച്ചു പോവുകയാണ്. ഇത്രയേറെ പകയും വിദ്വേഷവും മേഘയുടെ മനസ്സിൽ അവരോടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. ഇനി ഒരിക്കലും ചന്ദ്രിക പുറം ലോകം കാണാൻ പാടില്ല. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ശരി ജഡ്ജ് വരാൻ ടൈമായി, പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവുകയാണ്. വക്കീൽ പോയതിന് ശേഷം മനോഹരൻ മേഘയോട് ചോദിക്കുന്നുണ്ട്, മേഘ, മഹേഷ് എന്താ വലിയ ഉത്തമനാണോ? അവനെ കൊന്നതിന് ചന്ദ്രിക ജയിലിൽ തൂക്കുകയറൊക്കെ കിട്ടണമെന്ന് നീ പറയുന്നതിൽ എന്തിനാ മേഘ നിനക്ക് ഇത്രയേറെ ചന്ദ്രികയോട് വിദ്വേഷം? അവനെ കൊന്നതിനൊക്കെ തൂക്കുകയറ് കിട്ടുക എന്ന് വെച്ചാൽ അവൻ അത്രമാത്രം നല്ലവനൊന്നും അല്ലല്ലോ. ചന്ദ്രിക മലറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷിനെ അടിച്ചത്. അതിനു വേണ്ടിയിട്ട് ചന്ദ്രികയെ നീ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യണം എന്നൊക്കെ പറയുന്നത് തന്നെ മോശമാണ്. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് ചന്ദ്രികയ്ക്ക് തൂക്കുകയറും ജീവപര്യന്തമൊക്കെ കിട്ടണമെന്ന് നീ പറയുന്നത്, മേഘ നീ വേണമെങ്കിൽ നോക്കിക്കോ, ചന്ദ്രികയ്ക്ക് തൂക്കുകയറും കിട്ടില്ല, ജീവപര്യന്തവും കിട്ടില്ല. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വായ് പൂട്ടിയിട്ട് മിണ്ടാതെ നിൽക്കും മാമ. ചന്ദ്രികയ്ക്ക് തൂക്കുകയറ് കിട്ടിയിട്ടില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ജീവപര്യന്തെങ്കിലും കിട്ടും. മേഘ അഹങ്കാരത്തോടെ അതും പറഞ്ഞിട്ട് പോയപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, അതെ ചെയ്യേണ്ട തെറ്റൊക്കെ നീയും നിൻ്റെ അച്ഛനും അനിയനും ഒക്കെ ചേർന്ന് ചെയ്തു. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്ത ചന്ദ്രികയ്ക്ക് തൂക്കുകയറ് കിട്ടണം അല്ലേ? നന്നായിട്ടുണ്ട് നിൻ്റെ മനസ്സിലിരിപ്പ്. കോടതിയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ജഡ്ജി വന്ന സമയത്ത് ചന്ദ്രികയുടെ കേസാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചന്ദ്രികയെ കോടതി കൂട്ടിനകത്തേക്ക് കയറിയിട്ട് ജഡ്ജി പറയുന്നുണ്ട്, ചന്ദ്രിക, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയണം. ശരി മാഡം. നിങ്ങളുടെ ആദ്യ ഭർത്താവാണോ കൊല ചെയ്യപ്പെട്ട മഹേഷ്? അതെ മാഡം. നിങ്ങളുടെ മകൾ മലര് അദ്ദേഹത്തിൻ്റെ മകളാണോ? അതെ. നിങ്ങൾ മഹേഷുമായിട്ട് വേർപിരിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷമായി. നിങ്ങളിപ്പോൾ വീണ്ടും കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചു. നിങ്ങൾ കല്യാണം നടക്കുന്നതിന് മുമ്പ് കല്യാണം ചെയ്ത ഭർത്താവിനെ, ഇപ്പോഴത്തെ പുതിയ ഭർത്താവിനെ പ്രണയിച്ചതായിരുന്നോ? അതെ. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പുതുതായിട്ട് കല്യാണം കഴിച്ചത് നിങ്ങളുടെ ആദ്യ ഭർത്താവായ മഹേഷിന് താല്പര്യമില്ലാതെയാണോ? അതെ. ഈ ഒരു കാരണം കൊണ്ട് നിനക്കും മഹേഷിനും ഇടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു അല്ലേ? അതെ മാഡം. ശരി, ഇനി ഈ സംഭവം നടന്ന ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ. ചന്ദ്രിക വീണ്ടും കോടതിക്ക് മുന്നിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുവാണ്. മലരിനെ തട്ടിക്കൊണ്ടുപോയിട്ട് മഹേഷ് അവളുള്ള സ്ഥലത്തേക്ക് എന്നോട് പോവാൻ പറഞ്ഞു. വീട്ടിൽ ആരെയും അറിയിക്കാതെ പോവണമെന്നും പോലീസിനെയും അറിയിക്കരുതെന്നും, അല്ലാത്ത പക്ഷം പിന്നീട് മലറിനെ ജീവനോടെ കാണാൻ പറ്റില്ല എന്ന് മഹേഷ് ഭീഷണിപ്പെടുത്തിയതും ആയതിനാൽ മലറിനെ അന്വേഷിച്ച് താൻ തനിച്ച് ചെന്നതും, പിന്നീട് അവിടെ വെച്ച് തൻ്റെ കഴുത്തിൽ സിദ്ധാർത്ഥ് അണിഞ്ഞ താലി അഴിച്ചു മാറ്റാനുണ്ടായ ബഹളത്തിനിടയ്ക്ക് ബിയർ ബോട്ടിൽ വെച്ചിട്ട് മഹേഷിൻ്റെ തലയ്ക്കടിച്ചതും, പിന്നീട് മലറിനെയും കൂട്ടി ഓടി വരുന്ന് രക്ഷപ്പെടുന്നതിനിടയ്ക്ക് മഹേഷ് അവിടെ തലകറങ്ങി ബോധം കെട്ട് വീണതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുവാണ്. ചന്ദ്രിക സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ വിട്ടുകളയാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കോടതി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം എതിർഭാഗം വക്കീൽ വന്നിട്ട് പറയുകയാണ്, കുറ്റം ചെയ്ത ചന്ദ്രിക തന്നെ അവളാണ് മഹേഷിൻ്റെ തലയ്ക്ക് ബിയർ ബോട്ടിൽ വെച്ച് അടിച്ചതെന്ന് ഈ കോടതിക്ക് മുൻപാകെ സാക്ഷ്യം പറയുന്നുണ്ട്. ഈ കൊലയുടെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ മഹേഷിൻ്റെ തലക്കേറ്റ അടിയാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാണ്. കല്യാണം കഴിഞ്ഞതു മുതൽ തന്നെ മഹേഷുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാതെയാണ് ചന്ദ്രിക ജീവിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ മഹേഷ് ആണെങ്കിൽ ചന്ദ്രികയ്ക്കൊപ്പം ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. വക്കീൽ പറയുന്നതൊക്കെ കേട്ട് ചന്ദ്രിക കരയുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മിയും മഹേന്ദ്രനും സിദ്ധാർത്ഥും ഒക്കെ സങ്കടത്തോടെ ഇരിക്കുകയാണ് വക്കീൽ പറയുന്നത് കേട്ടിട്ട്. കൂടെ ജീവിക്കുന്ന കാലത്തും ചന്ദ്രിക മഹേഷിനൊപ്പം ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. അയാളെ പിരിഞ്ഞ് തനിച്ചാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ചന്ദ്രിക എത്രയൊക്കെ മഹേഷിനെ അകറ്റാൻ ശ്രമിച്ചാലും മഹേഷിന് ചന്ദ്രികയ്ക്കും മലറിനും ഒപ്പം ഒന്നിച്ച് ജീവിക്കാനായിരുന്നു ആഗ്രഹം. അയാൾക്ക് അവരെ പിരിഞ്ഞ് ജീവിക്കാൻ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ചന്ദ്രികയോട് തങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് അയാൾ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ മഹേഷ് എത്ര തന്നെ പിന്നാലെ വന്നിട്ടും ചന്ദ്രിക അയാൾക്കൊപ്പം ജീവിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അത് മഹേഷിലുള്ള ദേഷ്യം അധികരിപ്പിക്കുകയും ആ സമയം തന്നെ ചന്ദ്രിക സിദ്ധാർത്ഥിനെ പ്രണയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. താൻ ഭർത്താവായിരിക്കെ തന്നെ ചന്ദ്രിക സിദ്ധാർത്ഥിനെ പ്രണയിക്കുന്നത് മഹേഷിനെ വല്ലാതെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ വാക്ക് കേൾക്കാതെ തന്നിൽ നിന്നും ഡൈവോഴ്സ് വാങ്ങി സിദ്ധാർത്ഥിനെ വിവാഹം കഴിച്ചതിലുള്ള ദേഷ്യം കൊണ്ടാണ് മഹേഷ് മലറിനെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെയെങ്കിലും തനിക്കൊപ്പം ചന്ദ്രിക ജീവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു.
എന്നാൽ മലറിനെ അന്വേഷിച്ചു പോയ ചന്ദ്രിക ചിന്തിച്ചത് മഹേഷ് ജീവനോടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തനിക്കിനി സിദ്ധാർത്ഥിനൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിട്ടാണ് ചന്ദ്രിക മഹേഷിൻ്റെ തലയിൽ ആ ബിയർ ബോട്ടിൽ വെച്ച് അടിച്ചത്. മലറിനെ തട്ടിക്കൊണ്ടുപോയിട്ട് മഹേഷ് വിളിക്കുന്ന സമയത്ത് തന്നെ അവനെ കൊല്ലണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചന്ദ്രിക പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം മഹേഷിൻ്റെ തലയ്ക്ക് ബിയർ ബോട്ടിൽ വെച്ചിട്ടും പിന്നീട് രക്ഷപ്പെടുന്നതിനിടയിൽ ഇരുമ്പ് പൈപ്പ് വെച്ചിട്ടും ചന്ദ്രിക തന്നെയാണ് മഹേഷിൻ്റെ തലയ്ക്ക് അടിച്ചത്. വക്കീലെ സമർത്ഥിച്ച് പറയാണ്. അത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രിക ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അവളായിരുന്നില്ല ഇരുമ്പ് പൈപ്പ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. സിദ്ധാർത്ഥും മഹേന്ദ്രനും ലക്ഷ്മിയൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. കാരണം ഒന്നാമത് ഇരുമ്പ് പൈപ്പിൻ്റെ മുകളിൽ ആരുടെയും ഫിംഗർ പ്രിൻ്റ് ഇല്ല. രണ്ടാമത് ചന്ദ്രിക പറഞ്ഞത് മുഴുവനായിട്ട് കോടതിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒന്നിച്ച് വിശ്വസിക്കാനാവില്ല. ഒരുപക്ഷെ അവൾ തന്നെ ആയിരിക്കാം ഇരുമ്പ് പൈപ്പ് വെച്ച് അടിച്ചത് എന്നൊരു നിഗമനത്തിലാണ് കോടതി പോലും ഉണ്ടാവുന്നത്. വക്കീല് തനിക്കെതിരെ ആരോപിക്കുന്ന ആരോപണം കേട്ട് ചന്ദ്രിക പേടിച്ച് സിദ്ധാർത്ഥിനെ നോക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താ പറയുന്നത് എന്ന് ഒരു കൈകൊണ്ട് അർത്ഥത്തിൽ കാണിക്കുകയാണ്. അപ്പോൾ വക്കീല് പറയുന്നുണ്ട്, തനിക്കെതിരെ കേസ് വരാൻ പാടില്ല എന്ന് ഉറപ്പിച്ച ചന്ദ്രിക ഇരുമ്പ് പൈപ്പിന് മുകളിലുണ്ടായിരുന്ന തൻ്റെ ഫിംഗർ പ്രിൻ്റ് മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞതാണ്. തന്നെക്കുറിച്ച് പറയുന്നത് കേട്ട് ചന്ദ്രിക ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അവൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴികളിൽ കൂടിയാണ് വക്കീൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നുണ്ട്, പക്ഷേ അതിനു മുമ്പ് ബിയർ ബോട്ടിൽ വെച്ചിട്ട് മഹേഷിൻ്റെ തലക്കടിച്ച കാര്യം ചന്ദ്രിക ആ ഒരു ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ മനഃപൂർവ്വം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിലിലുണ്ടായിരുന്ന ചന്ദ്രികയുടെ ഫിംഗർ പ്രിൻ്റ് മായ്ച്ചു കളയാനും അവൾക്ക് അതുകൊണ്ട് സാധിച്ചില്ല. ചന്ദ്രിക മഹേഷിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചത് അവൻ്റെ തലയ്ക്ക് ഹെഡ് ഇഞ്ചുറി വന്നിട്ടാണ് അവന് മരിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ചന്ദ്രികയും സിദ്ധാർത്ഥവും ചിന്തിക്കാത്ത വഴികളിൽ കൂടിയായിരുന്നു കേസ് വക്കീൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവർ കോടതിയോട് പറയാണ്, ചന്ദ്രിക മഹേഷിനെ അടിച്ച ആ ഒരു ഇരുമ്പ് പൈപ്പും അതുപോലെ ആ ഒരു ബിയർ ബോട്ടിലും ഇവിടെ കോടതിക്ക് മുന്നാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മഹേഷിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ ചന്ദ്രിക മഹേഷിനെ അടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബിയർ ബോട്ടിലിൽ ചന്ദ്രികയുടെ ഫിംഗർ പ്രിൻ്റ് ഉള്ളതായിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടും ഇതിനൊപ്പം തന്നെ വെക്കുന്നുണ്ട്. ഇതിനെല്ലാറ്റിനും പുറമെ ചന്ദ്രിക തന്നെ അവളുടെ വായ കൊണ്ട് സംസാരിച്ച് തന്ന മൊഴിയുമുണ്ട്. അവൾ അടിച്ചത് കാരണമാണ് മഹേഷ് ബോധം കെട്ട് വീണത് എന്ന്. ചന്ദ്രിക കാണുന്ന സമയത്ത് മഹേഷ് ബോധം കെട്ടതായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു അടിയുടെ ആഘാതത്തിലാണ് അവൻ മരിച്ചിരിക്കുന്നത്. ഇത്രയും തെളിവുകൾ കോടതിക്ക് മുന്നിൽ നിരത്തിയതിൽ നിന്നും ചന്ദ്രിക അടിച്ച അടി കാരണമാണ് മഹേഷ് മരിച്ചതെന്ന് കോടതിക്ക് മുൻപാകെ ഞാൻ വിശദീകരിച്ചു പറയുന്നു. വക്കീൽ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ചന്ദ്രിക ചെയ്ത ഈ ഒരു തെറ്റിന് കോടതി ശിക്ഷിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ചന്ദ്രിക കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വക്കീൽ അവരുടെ കഥാപ്രസംഗം നിർത്തുന്നത്. കോടതിയിൽ വെച്ച് താനല്ല മഹേഷിനെ കൊന്നതെന്നും ശരിക്കും ഇരുമ്പ് പൈപ്പ് വെച്ച് കൊന്ന ആളെ കണ്ടുപിടിക്കാമെന്നുമൊക്കെ കരുതി വന്ന ചന്ദ്രിക ശരിക്കും പേടിച്ചുപോയി. തൻ്റെ ഭാഗം ന്യായീകരിച്ചതിന് ശേഷം വക്കീൽ പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കോടതി പറയുന്നുണ്ട്, ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞിട്ട് ഈ കേസിൻ്റെ തീർപ്പ് കൽപ്പിക്കും. താൽക്കാലികമായി കോടതി പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് എഴുന്നേറ്റ് പോവുകയാണ്. എല്ലാവരും അതുപോലെ തന്നെ കോടതിക്ക് പുറത്ത് അടുത്ത സമയം വരെ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ലക്ഷ്മിയും ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അവർ കരയുന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മ ആരും കരയരുത്, എൻ്റെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ നടക്കും. ആ സമയത്ത് മേഘയും മനോഹരനും കുറച്ച് ദൂരത്തോട്ടായിട്ട് മാറി നിന്നിട്ടുണ്ട്. സങ്കടത്തോടെ ചന്ദ്രിക പറയാണ്, എനിക്കിനി തൂക്കുകയറാണ് കിട്ടുന്നതെങ്കിലും അതേക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും വിഷമിക്കരുത്. മലറിനെ നന്നായിട്ട് നോക്കിയാൽ മതി. അവളെ നന്നായി പഠിപ്പിച്ച് കലക്ടറാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി തന്നാൽ മാത്രം മതി, എനിക്ക് സമാധാനം ഉണ്ടാവും. ഇനി എനിക്ക് ആകെ ആ ഒരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇനി തങ്ങൾക്ക് മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായി. എല്ലാ അർത്ഥത്തിലും ചന്ദ്രിക തന്നെയാണ് പ്രതിയെന്ന് കോടതി വരെ വിധിക്കും എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥിനെ നോക്കിയിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, സിദ്ധു സർ, നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് നിങ്ങൾ വിവാഹം കഴിക്കണം. ഇനിയെങ്കിലും നിങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. എന്തിനാ ചന്ദ്രിക ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. തീർച്ചയായിട്ടും നിന്റെ ഭാഗത്തുള്ള ന്യായം ജഡ്ജിന് മനസ്സിലാവും. നിനക്ക് അനുകൂലമായൊരു വിധി മാത്രമേ ഇന്നുണ്ടാവുള്ളൂ. നീ വേണമെങ്കിൽ നോക്കിക്കോ. നീ ധൈര്യമായിട്ടിരിക്കും ചന്ദ്രിക, വെറുതെ പേടിക്കല്ലേ. ഇല്ല സർ, ഇനി എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല. ഇപ്പോൾ എനിക്ക് ഒന്നിനോടും വിശ്വാസവും ഇല്ല. ഞാൻ ജയിലിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് യാതൊരു ടെൻഷനുമില്ല. എൻ്റെ ടെൻഷൻ മുഴുവൻ നിങ്ങളെക്കുറിച്ചും മലറിനെക്കുറിച്ചും ചിന്തിച്ചിട്ടാണ്. അവസാനം വരെ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയും മലറിന് നല്ലൊരു അമ്മയും അച്ഛൻ്റെയും അമ്മയുടെയും നല്ലൊരു മകളുമായിട്ട് ജീവിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. അവൾ കരഞ്ഞുകൊണ്ട് തലതാഴ്ത്തുവാണ്. അപ്പോൾ ലക്ഷ്മിയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എന്നെനിക്കറിയില്ല.
അതുകൊണ്ടാണ് എൻ്റെ വയറ്റിൽ നീ വന്ന് ജനിച്ചിട്ടുണ്ടാവുക. എൻ്റെ വയറ്റിൽ ജനിച്ചത് കൊണ്ടാണല്ലോ നീ ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നത്. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാപമാണ് നിന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, മാഡം, ചന്ദ്രികയെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ചന്ദ്രികയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. സംഭവം നടന്ന സ്ഥലത്ത് നേരിൽ കണ്ട ദൃക്സാക്ഷിയോ അതോ CCTV ഫുട്ടേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രികയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ കോടതിയെ സംസാരിച്ച് നോക്കാം. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. വക്കീലും കൈയൊഴിയുന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. അവർക്കും വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാത്ത മട്ടിലാണ് സംസാരം. ആ സമയത്താണ് മനീഷും അതുപോലെ പ്രിയയും അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടപ്പോൾ മനീഷിനോട് സംസാരിക്കുകയാണ്. മനീഷ് സങ്കടത്തോടെ പറയുന്നുണ്ട്, സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു, വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. കോർട്ടിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർ? സിദ്ധാർത്ഥിനോട് ചോദിക്കുകയാണ്. ചന്ദ്രികയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കോടതിയിലുള്ള വാദങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് മനീഷിനും ടെൻഷൻ ആവുകയാണ്. ചന്ദ്രിക ആ ഒരു കൊല ചെയ്തിട്ടില്ല, പക്ഷേ കോർട്ടിൽ എങ്ങനെ അത് തെളിയിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. മഹേഷിൻ്റെ യഥാർത്ഥ കൊലയാളി പുറത്തെവിടെയോ ഉണ്ടാവും, പക്ഷേ അതിന് യാതൊരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മലറിൻ്റെ അടുത്ത് വന്നിട്ട് പ്രിയ സമാധാനിപ്പിക്കുകയാണ്. മലർ, കരയല്ലേ മലർ. കുട്ടികൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട് എല്ലാവരുടെയും കണ്ണ് നിറയുകയാണ്. അതേസമയം സുരേന്ദ്രനെയും കൊണ്ട് കോടതിയിലേക്ക് വന്നിരിക്കുകയാണ് 3 പോലീസുകാർ. സുരേന്ദ്രൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാളൊന്ന് കരിക്ക് വെട്ടുന്നുണ്ടായിരുന്നു. അവൻ ആ ഭാഗത്തേക്ക് തന്നെ നോക്കിയിട്ട് ആ ഒരു വെട്ടുകത്തിയായിട്ട് കരിക്ക് വെട്ടുന്നത് തന്നെ നോക്കിക്കൊണ്ടാണ് അവൻ വരുന്നത്. ആ സമയത്ത് പൂജ വന്നിട്ടുണ്ടായിരുന്നു. പൂജയെ കണ്ടതും സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പൂജ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇല്ല ഏട്ടാ, ഏട്ടനെ ഇന്ന് കോർട്ടിൽ ഹാജരാക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഏട്ടനെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണ്. ആരാ നീ? പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സർ, എൻ്റെ സഹോദരിയാണ് സർ. സർ, 2 നിമിഷം സർ, ഞാനൊന്ന് എൻ്റെ ഏട്ടനോട് സംസാരിച്ചിട്ട് പോയിക്കോളാം സർ. ശരി ശരി, കോർട്ടിന് സമയമായി, പെട്ടെന്ന് തന്നെ സംസാരിച്ചിട്ട് വേഗം പോവാൻ നോക്ക്. ശരി സർ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഏട്ടൻ വിഷമിക്കേണ്ട, ഏട്ടനെ ജാമ്യത്തിലെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യുന്നുണ്ട്. ഞാൻ ജയിലിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനൊന്നും ഇല്ല പൂജ. അതിനു മുമ്പ് തീർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവനിങ്ങനെ മനസ്സിലൊരു ഗൂഢമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് പറഞ്ഞു തീർന്നതും അവൻ്റെ മുഖം നേരെ വന്നത് അവിടെ നിന്ന് മനോഹരനുമായിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മേഘയിലേക്കായിരുന്നു. മേഘ ഇതൊന്നും അറിയാതെയും സുരേന്ദ്രനെ കാണാതെയും മനോഹരനോട് ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പൂജയോട് പറയുന്നുണ്ട്, 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞില്ലേ, ഇനി പോവാൻ നോക്ക്. ശരി, ഞാൻ പോട്ടെ ഏട്ടാ. ശരി, നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ് പൂജയോട് അവൻ. പക്ഷേ പിന്നീടും സുരേന്ദ്രൻ മേഘയെ തന്നെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. മേഘയാണെങ്കിൽ അവളുടെ അഡ്വക്കേറ്റ് പുറത്തു വന്ന സമയത്ത് അവരെ കെട്ടിപ്പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, താങ്ക് യു മാഡം, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ദൈവമേ, മാഡത്തിൻ്റെ ആർഗ്യൂ കേട്ടിട്ട് ചന്ദ്രികയുടെ ഭാഗത്ത് നിന്ന് വക്കീൽ വാ പൊളിച്ച് നിൽക്കുമായിരുന്നു. ഓരോ പോയിന്റും ചന്ദ്രികയുടെ നെറ്റിയിൽ ആണി അടിക്കുന്നത് പോലെ കോർട്ടിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേഘ അവളുടെ വക്കീലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വക്കീലും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. മാഡം ആർഗ്യൂ ചെയ്ത് കേൾക്കുമ്പോൾ ചന്ദ്രികയ്ക്കൊരു തൂക്കുകയറെങ്കിലും കുറഞ്ഞ പക്ഷം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മേഘയുടെ സന്തോഷം കണ്ടിട്ട് മനോഹരൻ ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് ചന്ദ്രികയ്ക്ക് തൂക്കുകയർ കിട്ടുന്നതിനെക്കുറിച്ച് മേഘ സംസാരിക്കുന്നത്. അപ്പോൾ വക്കീലും പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, കോർട്ടിൽ സമയമായി, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് പോവാണ്. മേഘയ്ക്കാണെങ്കിൽ അവളുടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് സന്തോഷത്തുകൊണ്ട് മനോഹരനോട് പറയാണ്, മാമ, ഈ 2 വിരലിൽ ഒന്ന് തൊടൂ. എന്തിനാ മേഘ? മാമ തൊടൂ, അതിനുശേഷം ഞാൻ പറയാം. ദൈവമേ, എന്തിനായിരിക്കും തൊടാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചുകൊണ്ട് മനോഹരനൊരു വിരൽ തൊടുവാണ്. മേഘയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ് അത് തൊട്ടപ്പോൾ. എന്താ മേഘ നീ ഇങ്ങനെ തുള്ളിച്ചാടുന്നത്? അതെന്താന്ന് വെച്ചാൽ, മാമൻ ഈ വിരലാണ് തൊടുന്നതെങ്കിൽ ചന്ദ്രികയ്ക്ക് തൂക്കുകയറ്, അതല്ല ഈ വിരലാണെങ്കിൽ ചന്ദ്രികയ്ക്ക് ജീവപര്യന്തം എന്നാണ് ഞാൻ ചിന്തിച്ചത്. ചന്ദ്രികയ്ക്ക് തൂക്കുകയറ് കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഞാൻ വിചാരിച്ച വിരലാണ് മാമൻ തൊട്ടത്. ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ തുള്ളിച്ചാടിയത്. മേഘയ്ക്ക് അവളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. മനോഹരനാണെങ്കിൽ താൻ തൊട്ടുപോയത് ആലോചിച്ചിട്ടുള്ള സങ്കടവും. ഞാൻ തൊട്ടത് തൂക്കുകയറായല്ലോ ദൈവമേ എന്നൊക്കെ അയാളിങ്ങനെ സ്വയം പിറുവിറുക്കുന്നുണ്ട്. എന്നിട്ട് മേഘയോട് ചോദിക്കുകയാണ്, മേഘ, സത്യത്തിൽ ചന്ദ്രികയ്ക്ക് തൂക്കുകയറ് കിട്ടുന്നതിന് നിനക്ക് ഇത്രയധികം സന്തോഷം എന്തിനാ? അവൾ മരിക്കണം എന്നാണോ നീ ഇത്രയധികം ആഗ്രഹിക്കുന്നത്? നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു മേഘ. എന്താ ദൈവം നിന്റെ മനസ്സിൽ ഇത്രയധികം ക്രൂരമായ ചിന്ത തന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ സ്വയം തലയിൽ തല്ലിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് സങ്കടത്തോടെ. പക്ഷെ അതൊന്നും മേഘയെ ബോധേഡ് ചെയ്യുന്നേയില്ല. അവളിങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം ഇന്നത്തെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചന്ദ്രയ്ക്ക് ശിക്ഷ ഉറപ്പാണെന്ന് അവൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മനോഹരം മേഘയുടെ അടുത്ത് നിന്ന് പോയത് സുരേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
പോലീസുകാരാണെങ്കിൽ അവന് ചുറ്റിലും നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മേഘ തനിച്ചാണുള്ളത്. അവൻ്റെ കണ്ണ് പിന്നീട് വീണ്ടും ആ ഒരു കരിക്ക് വെട്ടുന്നിടത്ത് തന്നെയാണ് പോകുന്നത്. അയാൾ ആ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്ന വാക്കത്തിയാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ അവൻ മനസ്സിലൊരു പ്ലാൻ ഇട്ടുകൊണ്ട് പോലീസുകാരനോട് പറയാണ്, സാർ എനിക്ക് ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം വേണമായിരുന്നു. അപ്പോൾ അയാൾ കോൺസ്റ്റബിളിനോട് പറയാണ്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലേ, ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കൊടുക്ക്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ്. ആ സമയത്ത് SIയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ അതിലേക്ക് ശ്രദ്ധ താർത്തിക്കൊണ്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അതെ സാർ, സുരേന്ദ്രനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാനും കോൺസ്റ്റബിൾമാരും കൂടി വന്നിരിക്കുകയാണ്. അതൊക്കെ സുരേന്ദ്രന് അനുകൂലമായ സമയമായിരുന്നു. അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് എൻ്റെ കാറും വീടും ഒക്കെ സന്തോഷത്തോടെ സുഖമായിട്ട് അനുഭവിക്കാമെന്നാണോ നീ കരുതുന്നത്? വിടില്ലടി ഞാൻ നിന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് കൊന്നിട്ട് ഈ കോടതിയിൽ തന്നെ ഞാൻ സറണ്ടർ ആയിക്കോളാം എന്ന് മനസ്സിൽ ചിന്തിച്ച നിമിഷം തന്നെ സുരേന്ദ്രൻ വേഗം ഓടിപ്പോവാണ് ആ വാക്കത്തി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ SI ആണെങ്കിൽ ഫോണിലാണുള്ളത്. ബാക്കിയുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ സുരേന്ദ്രന് പിന്നാലെ ഓടുന്നുണ്ട്, സാർ എന്നും വിളിച്ചുകൊണ്ട്. സുരേന്ദ്രൻ ആ കുറഞ്ഞ സമയം തന്നെ ധാരാളമായിരുന്നു. ആ സമയം കൊണ്ട് അവൻ ഓടിപ്പോയിട്ട് അയാളുടെ കയ്യിൽ നിന്നും വാക്കത്തി തട്ടി വടിക്കുകയാണ്. എന്നിട്ട് മേഘയ്ക്ക് നേരെ ആ വാക്കത്തിയായിട്ട് പോകുന്നുണ്ട്. ആദ്യമൊന്നും മേഘ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ അടുത്തെത്തിയ സമയത്താണ് മേഘയും അവനെ കാണുന്നത്. മേഘ ഭയന്നുകൊണ്ട് ജീവനും കൊണ്ട് ഓടുവാണ്. അവൾക്ക് പിന്നാലെ ഒരു കൊലയാളിയുടെ മുഖഭാവത്തോടു കൂടി സുരേന്ദ്രൻ വാക്കത്തി ഏന്തിക്കൊണ്ട് പോകുന്നുണ്ട്. സുരേന്ദ്രനെ ഭയന്ന് ഓടിയ മേഘ അവിടെ നിലത്ത് വീഴുകയാണ്. മേഘയുടെ അടുത്ത് വന്നിട്ട് ഓടിക്കരഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മേഘയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രിയയും വന്നിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുരേന്ദ്രൻ വാക്കത്തി ഏന്തിക്കൊണ്ട് മേഘയോട് പറയാണ്, എൻ്റെ അടുക്കൽ നിന്ന് എല്ലാം തട്ടിയെടുത്തിട്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയോടി നീ, എൻ്റെ കൈകൊണ്ടാടി നിൻ്റെ മരണം. അപ്പോൾ മേഘ കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്, വിട് വിട്, എന്നെ ഒന്നും ചെയ്യരുത് സുരേന്ദ്രൻ, പ്ലീസ് പ്ലീസ്, എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് യാചിക്കുന്നുണ്ട്. എൻ്റെ മോള് നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേ, പ്ലീസ് പ്ലീസ്, രണ്ടുപേരും എൻ്റെ കൈ കൊണ്ട് ഒന്നിച്ച് ചാവടി എന്നും പറഞ്ഞിട്ട് സുരേന്ദ്രൻ ഒരു കൊലയാളിയുടെ ഭാവത്തോടു കൂടി മേഘയ്ക്ക് നേരെ വാക്കത്തി ഉയർത്തിയിട്ട് വീശുവാണ്. മേഘ ശരിക്കും തൻ്റെ മരണം കൺമുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞൊടിയിട കൊണ്ട് ആ ഒരു കത്തി വേറൊരാളുടെ കൈക്കാണ് ചെന്ന് തട്ടുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ചന്ദ്രികയാണ് മേഘയ്ക്ക് ആ ഒരു വാക്കത്തി കൊണ്ടുള്ള മുറിവ് ഏൽക്കാതിരിക്കാൻ വേണ്ടി അവളുടെ കൈവച്ചു കൊടുത്തത്. അപ്പോൾ സുരേന്ദ്രൻ്റെ വാക്കത്തി കൊണ്ടുള്ള ആഞ്ഞ് വീശലി ചന്ദ്രികയുടെ കൈക്കാണ് തട്ടിയിട്ടുള്ളത്. ചന്ദ്രികയുടെ കൈ അവിടെ ഫുള്ളായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.